Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു എഗ് ചില്ലിയുടെ റെസിപ്പി പരിചയപ്പെടുത്താനാണ്. സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഒരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊരു പരന്ന പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ബൗളിലോട്ട് തന്നെ ഇപ്പോൾ എടുത്ത അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. പിന്നെ ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം. നല്ല ലൂസിലല്ലാതെ അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. അത് നന്നായിട്ട് പുഴുങ്ങിയ ശേഷം 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 കട്ട് ചെയ്യുന്നില്ലെങ്കിൽ 2 കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ മുട്ടയുടെ പീസും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ പൗഡറിൽ മുക്കുക. എന്നിട്ട് ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. നമ്മൾ മുട്ട ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ മുട്ടയുടെ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 മീഡിയം സൈസുള്ള സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1 മീഡിയം സൈസുള്ള ക്യാപ്സിക്കവും 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളകിന് പകരം ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ എഗ് ചില്ലി റെഡിയായി കിട്ടും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.